ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാധീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മീസാൻ, ഈ ഒരു പദത്തെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് മതബോധവും പരലോക വിശ്വാസവുമുള്ളവരാണെങ്കിൽ പരലോകത്തുള്ള മീസാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലതെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു വിശ്വാസപരമായ വിഷയമായതുകൊണ്ട് തന്നെ പല നിലപാടുകളും തർക്കങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുണ്ട്. ചില ആളുകൾ ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നു. വേറെ ചില ആളുകളാവട്ടെ മീസാനിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് അള്ളാഹുവും റസൂലും പറയാത്ത വിഷയങ്ങളിലേക്ക് എത്തുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയാണെങ്കിൽ എന്താണോ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അവിടെ നിൽക്കലാണ് വിശ്വാസിയുടെ നിലപാട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരലോക വിശ്വാസത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചിന്തകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഒരാൾ വിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയലല്ലോ, അതിൻ്റെ ശബ്ദം കേട്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയലല്ലോ. മറിച്ച് പ്രമാണം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസം. അത് കേവലം പരലോകത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയം, മീസാനിനെ കുറിച്ച് മാത്രമല്ല,
ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന എല്ലാ വിഷയങ്ങളിലും, മരണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണെങ്കിലും അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുമെന്നും റൂഹെടുക്കുമെന്നും അവന്റെ റൂഹുമായി കൊണ്ട് പോകുമെന്നും മരണത്തിന് ശേഷം അവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ മലക്കുകൾ വരുമെന്നും അവിടെ വിചാരണയുണ്ടെന്നും അവിടെ ചോദ്യങ്ങളുണ്ടെന്നും ഒക്കെ ഈ പറയപ്പെട്ടതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിൽപ്പെട്ടതാണ് മഹ്ശർ എന്നുള്ളത്, അതിൽപ്പെട്ടതാണ് ഹിസാബ്, വിചാരണ നടത്തുക എന്നുള്ളത്, അതിൽപ്പെട്ടതാണ് മീസാൻ എന്നുള്ളത്, അതിൽപ്പെട്ടതാണ് സിറാത്ത് എന്നുള്ളത്, അതിൽപ്പെട്ടതാണ് സ്വർഗവും നരകവും എന്നുള്ളത്. ഇതൊക്കെ ഒരാൾ വിശ്വസിക്കണം. അപ്പോഴാണ് അയാൾ വിശ്വാസിയാകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, മീസാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മീസാൻ? മനുഷ്യന്റെ കർമ്മങ്ങൾ എത്രയാണോ അവൻ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ പ്രവർത്തനങ്ങൾ കൃത്യമായി അളന്നു നോക്കി അതിനുള്ള പ്രതിഫലം നൽകുന്ന തുലാസിനാണ് മീസാൻ എന്ന് പറയുന്നത്. കർമ്മങ്ങൾ മാത്രമല്ല, കർമ്മരേഖയും വ്യക്തികളും എല്ലാം തൂക്കപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മീസാൻ ഉണ്ട് എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായിട്ട് പറഞ്ഞു, അൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നേ ദിവസം കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് സത്യമായിരിക്കും. അതൊരു ഹക്കായ കാര്യമാണ്. അന്നേ ദിവസം അഥവാ പരലോകത്തിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കപ്പെടുമെന്നുള്ളത് ഹക്കായ കാര്യമാണ്, സത്യമായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മീസാൻ ഉണ്ട് എന്ന് മനസ്സിലായി. എങ്കിൽ എവിടെയാണ് മീസാൻ ഉള്ളത്? ആ വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മല, അല്ലാഹുവിന്റെ കൈകൾ, അല്ലാഹുവിന്റെ കൈ അത് നിറഞ്ഞിട്ടുണ്ട്. ലാ യഗീദുഹാ നഫഖത്തുൻ സഹാഉൽ ലൈല വന്നഹാർ, രാവും പകലുമൊക്കെ ഇടതടവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ചിലവഴിച്ചാലും ശരി, അല്ലാഹുവിന്റെ കയ്യിൽ ഒന്നും കുറവ് വരികയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറഅയ്തും, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, മാ അൻഫഖ മുൻദു ഖലഖ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ, അതിന്റെ തുടക്കം മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഫഇന്നഹു ലം യഗ്ലു മാ ഫി യദിഹി, അവന്റെ കൈകളിൽ യാതൊന്നും തന്നെ കുറവ് വരുന്നേയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശുള്ളത് അത് വെള്ളത്തിന് മുകളിലാണ്. വബിയദിഹിൽ ഉഖ്റ, അല്ലാഹുവിന്റെ മറ്റേ കയ്യിൽ അൽ മീസാൻ, അത് മീസാനുമുണ്ട്. യഖ്ഫിദു വയർഫഉ, അല്ലാഹു സുബ്ഹാനഹു വതആല മീസാൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹദീസിൽ കൃത്യമായി കൊണ്ട് പറയാണ്, മീസാൻ ഉണ്ട് എന്ന് മാത്രമല്ല, ആ മീസാൻ അല്ലാഹുവിന്റെ കൈകളിലാണ് എന്നും അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. മീസാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതിന്റെ വലിപ്പം എത്രയാണ് അതും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൂദഉൽ മീസാനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാൻ വെക്കപ്പെടും. ഫലൗ ഉസിന ഫീഹി അസ്സമാവാതു വൽ അർദ് ലവസിഅത്, ആ ഒരു മീസാനിൽ ആകാശങ്ങളും ഭൂമിയും വെച്ചാൽ പോലും അത് മുഴുവൻ അളക്കാൻ കഴിയുന്ന രൂപത്തിൽ, അത് മുഴുവൻ തൂക്കാൻ കഴിയുന്ന വിശാലത അതിനുണ്ടായിരിക്കും. ഫതഖൂലുൽ മലായിക, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുകയാണ്, യാ റബ്ബ്, എന്റെ റബ്ബേ, യാ റബ്ബി ലിമൻ യസിനു ഹാദാ, ഈ ഒരു മീസാൻ ഇത് ആർക്ക് വേണ്ടിയാണ്, ആരെ തൂക്കാനാണ്, ആരുടെ അളക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആ സമയത്ത് ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ലിമൻ ശിഅതു മിൻ ഖൽഖി, എന്റെ സൃഷ്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ അളക്കാനാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർ, അതാരൊക്കെയുണ്ടോ അവർ മുഴുവൻ
ആ മീസാനിൽ അവരുടെ കർമ്മങ്ങളോ കർമ്മരേഖകളോ അല്ല വ്യക്തികൾ തന്നെയും അളക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മീസാനിന്റെ തട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖുർആനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. മീസാനിന് 2 തട്ടുകളുണ്ട്. മീസാൻ എന്ന് പറയുന്ന തുലാസിന് അതിന് 2 തട്ടുകളുണ്ട്. ഒന്ന് നന്മയുടെ തട്ടാണെങ്കിൽ മറ്റൊന്ന് തിന്മയുടെ തട്ടാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ഖാരിയ, അതിലെ അവസാനത്തെ ചില വാചകങ്ങളാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാചകം, ഫഅമ്മാ മൻ തഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ. 2 തട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്. ഫഅമ്മാ മൻ തഖുലത് മവാസീൻ, അപ്പോൾ ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ, അഥവാ ആരുടെ നന്മകളുടെ തട്ടാണോ കനം തൂങ്ങിയത്, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ തൃപ്തികരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കായിരിക്കും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീൻ, ആരുടെ തട്ടാണോ ഖഫീഫായത്, നന്മയുടെ തട്ട് ചുരുങ്ങുകയും തിന്മയുടെ തട്ട് കൂടുകയും ചെയ്തത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ അഭയസ്ഥാനം ഹാവിയയാണ്, അഥവാ നരകമാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മീസാനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ മീസാനിന്റെ തട്ടുകളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ മീസാനിൽ തൂക്കപ്പെടുന്നത് എന്താണ്? ഒരുപക്ഷെ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ കേട്ടിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമെന്നാണെങ്കിൽ, ആ കർമ്മങ്ങൾ എങ്ങനെയാണ് തൂക്കപ്പെടുക? കർമ്മങ്ങൾ എങ്ങനെയാണ്? ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ നമുക്ക് പറയാം അത് ഇങ്ങനെയാണെന്ന്. പക്ഷേ കർമ്മങ്ങൾ, ഒരു പ്രവർത്തനം എങ്ങനെ തൂക്കപ്പെടും? അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ എന്താണോ വന്നത് അതങ്ങനെ തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ. മരണത്തിന് ശേഷം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ നമ്മെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള റബ്ബിന് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ തൂക്കുക എന്നുള്ളത്, അത് അളക്കുക എന്നുള്ളത്, അതിന്റെ തൂക്കം നോക്കുക എന്നത് അല്ലാഹുക്ക് വല്ല പ്രയാസമുണ്ടോ? ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന റബ്ബിന് കർമ്മങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്, അത് തൂക്കി നോക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമേ അല്ല. എങ്കിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് തൂക്കപ്പെടുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ആ ഒരു വാക്കിന്റെ പ്രത്യേകത പറയേണ്ടതില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. എന്തിനേറെ, ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവസാനത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗാവകാശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനാഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവ ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉള്ള ഒരു പ്രത്യേകത കേട്ടോ. നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവന്റെ മുന്നിൽ ഫയൻഷുറു അലൈഹി 99 സിജില്ല, അവന്റെ മുന്നിൽ 99 ഗ്രന്ഥങ്ങൾ വെക്കും. 99 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഏടുകൾ ഇങ്ങനെ വെക്കും. ആ ഏടുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ലു സുജില്ലിൻ മിസ്ല മദ്ദൽ ബസർ, കാഴ്ചയെത്താത്തിടത്തോളം അഥവാ അങ്ങേയറ്റം വരുന്നത് വരെ നീണ്ടു കിടക്കുന്ന എഴുത്തുകളാണ് അതിലുള്ളത്. ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അവൻ ചെയ്തിട്ടുള്ള തിന്മകൾ, അത് മുഴുവൻ അതിലുണ്ട്. 99 ഗ്രന്ഥങ്ങൾ, അത് മുഴുവൻ തിന്മകളുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വരും. എന്നിട്ട് അവന്റെ മുന്നിൽ അത് നിവർത്തപ്പെടും. എന്നിട്ട് സുമ്മ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅൻ, ഈ കൊണ്ടുവരപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിനക്ക് ഒരു വിശ്വാസക്കുറവുണ്ടോ? നീ നിഷേധിക്കുന്നുണ്ടോ? അതുമാത്രമല്ല, അദ്ലമക കതബതി അൽ ഹാഫിദൂൻ, ഞാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളില്ലേ, ആ മലക്കുകൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടോ? ആ ചോദ്യം എന്താണെന്നറിയോ? നീ ചെയ്തതൊക്കെ തന്നെയല്ലേ ഇതിലുള്ളത്. നീ ചെയ്യാത്ത വല്ലതും ഇവർ എഴുതി വെച്ചിട്ടുണ്ടോ? നീ പറയാത്ത വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല എല്ലാം കൃത്യമാണോ എന്ന ഒരു ചോദ്യമാണ്. ആ സമയത്ത്
ആ വ്യക്തി വളരെ നിരാശയോടുകൂടി പറയും, ലാ യാ റബ്ബ്, റബ്ബേ ഒന്നുമില്ല, എന്താണോ എഴുതിയിട്ടുള്ളത് അത് മുഴുവൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എഴുതപ്പെട്ടത് മുഴുവൻ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ്. വീണ്ടും അവനോട് ചോദിക്കും, അഫലക ഉദുറുൻ, നിനക്ക് വല്ല ഉദുറുകളും വല്ല ഒഴിവുകഴിവും പറയാനുണ്ടോ? ഒന്ന് ഒഴിവാക്കി തരാനോ വേറെന്തെങ്കിലും വല്ലതും പറയാനുണ്ടോ? ആ സമയത്ത് അയാൾ വീണ്ടും പറയും, ലാ യാ റബ്ബ്, ഒന്നുമില്ല. അയാൾ ഇങ്ങനെ പേടിച്ച് വിറക്കുന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. കാരണം അയാളുടെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾക്കാകട്ടെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അങ്ങനെയുള്ള ആ ആളെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവനോട് ചോദിക്കാണ്, അവന്റെ കാര്യത്തിൽ പറയാണ്, ലക ഇൻദനാ ഹസനതൻ ഫഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം. എന്നാലേ നിന്റെ അടുക്കലുള്ള ഒരു നന്മ അതുകൂടി എൻ്റെ അടുത്ത് കിട്ടോ. ഞാൻ ഒരിക്കലും നിന്നോട് ഒരു നിലക്കും ദുൽമ കാണിക്കൂല, അക്രമം കാണിക്കുന്നതേ ഇല്ല. എന്നിട്ട് ഫതുഖ്റജു ബിതാഖതൻ ഫീഹാ, ഒരു ബിതാഖ അങ്ങോട്ട് കൊണ്ടുവരും, ഒരു കാർഡ്. ആ മനുഷ്യന്റെ മുന്നിൽ ഒരു കാർഡ് കൊണ്ടുവരും. ഫീഹാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആ ഒരു ബിതാഖയിലുള്ളത്, ആ കാർഡിലുള്ളത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ആ ഒരു വാക്കാണ് അതിലുള്ളത്. എന്നിട്ട് ഫയഖൂലു ഇഹ്ളുറു വസ്നക, ഇതാ നിന്റെ മറ്റേ തട്ടുണ്ടല്ലോ, ആ രണ്ട് തട്ടുകളിൽ, നിന്റെ രണ്ട് ത്രാസുകളിൽ ഒന്നിൽ 99 ഗ്രന്ഥങ്ങൾ മുഴുവൻ തിന്മകൾ വെച്ചിട്ടുണ്ട്, രണ്ടാമത്തതിൽ ബിതാഖ വെക്കും. ആ വെക്കുന്നത് വെക്കാൻ വേണ്ടി പറയുമ്പോ തന്നെ അയാൾ ചോദിക്കും, യാ റബ്ബ് മാ ഹാദിൽ ബിതാഖ, റബ്ബേ ഈ ഒരു കാർഡ് കൊണ്ട് എന്താ ഉള്ളത്? അതിലാകെ ഒരൊറ്റ വാചകമാണ് എന്റെ കയ്യിലുള്ളത്, ബാക്കിയാകട്ടെ നിരന്നു നിൽക്കുന്ന 99ഓളം ഗ്രന്ഥങ്ങൾ കണ്ടെത്താ ദൂരത്തോളം എഴുതി വെച്ച രൂപത്തിൽ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് ഫഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ലാ തുബലം, നീ ഒരിക്കലും ആക്രമിക്കപ്പെടൂല, നീ ദ്രോഹിക്കപ്പെടൂല. എന്നിട്ട് ആ ഒരു സിജില്ലയിൽ ആ ഒരു ബിതാഖ എടുത്തുകൊണ്ട് അതിന്റെ തട്ടിൽ വെക്കുന്നതും, ഫതൂദഉൽ സിജില്ലാത്ത് ഫീ കിഫത്തിൻ വൽ ബിതാഖതു ഫീ കിഫത്തിൻ, ഒരു തട്ടിൽ ആ മനുഷ്യന്റെ എല്ലാ തിന്മകളും ഉൾക്കൊള്ളുന്ന 99 ഗ്രന്ഥങ്ങളും വെക്കും, മറ്റേ തട്ടിലാകട്ടെ ഈ ഒരു ബിതാഖ മാത്രം വെക്കും. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്തതാ അവന്റെ ബിതാഖ, അവൻ ചൊല്ലിയിട്ടുള്ള അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നത് അത് കനം തൂങ്ങുന്നു. അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രം, ഈ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ഹദീസിലൂടെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ നിരാശരാവണ്ട. എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാനും നമ്മൾ റെഡിയായാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ട് എന്നുകൂടി തന്നെയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ മീസാൻ നാളെ പരലോകത്ത് വെക്കപ്പെടുമ്പോ അതിൽ തൂക്കപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ദിക്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാൻ, രണ്ട് പദങ്ങൾ, ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ നൈർമല്യമുള്ളതാണ്, സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അതിയായി കനം തൂങ്ങുന്നതുമാണ്, ഹബീബതാനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകന് അതിയായ ഇഷ്ടമുള്ള രണ്ട് പദങ്ങളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളത് ആ രണ്ട് പദങ്ങൾ, രണ്ട് കലിമത്തുകൾ അറിയാത്തവരാരും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, ഈ രണ്ട് വാക്കുകൾ സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അത് നിറയും, അതിന്റെ കനം തൂക്കും, ധാരാളമായി കൊണ്ട് കനം തൂങ്ങുന്ന, നന്മയുടെ തട്ട് തൂങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ രാവിലെ കണ്ണു തുറന്നത് മുതൽ അൽഹംദുലില്ലയുടെ വാചകങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എഴുന്നേറ്റാൽ പറയണം അൽഹംദുലില്ലാഹ്,
വസ്ത്രം ധരിച്ചാൽ പറയണം അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചാൽ പറയണം അൽഹംദുലില്ലാ. അതിലേക്കെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വേറെയും വാക്കുകളുണ്ട്. എന്തിനേറെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ കച്ചവടം എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ട്, മക്കൾ എങ്ങനെയുണ്ട്, കുടുംബം എങ്ങനെയുണ്ട്, എല്ലാത്തിനും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതിന്റെ പ്രത്യേകത എന്താ? അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. മീസാൻ അങ്ങോട്ട് നിറച്ചു കളയുന്നു. മീസാനിന്റെ തട്ട്, നന്മയുടെ തട്ട് നിറയുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ കഴിയണം. പല ആളുകളും നാവിൽ അൽഹംദുലില്ലയാണ്, കൽബിൽ അൽഹംദുലില്ല ഇല്ല. വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ പറയുന്നുണ്ട്, പക്ഷെ അവിടെ നിന്നങ്ങോട്ട് ബാക്കി പറയുന്നത് മുഴുവൻ പ്രാരാബ്ദങ്ങളുടെ കെട്ടുകളായിരിക്കും, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയില്ലാത്ത വാക്കുകളായിരിക്കും. അതല്ല അൽഹംദുലില്ലാ. എന്തുണ്ടെങ്കിലും അത് പറയാൻ, ഒരു മനുഷ്യൻ ആക്സിഡന്റായി 2 കൈയും 2 കാലും ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ. കാരണം അത് പറയാൻ അവനിപ്പോഴും ജീവനുണ്ട്. അതന്നെ അൽഹംദുലില്ലാ. കച്ചവടം ചെയ്ത് എല്ലാം പാപ്പരായി പോയി, അവൻ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു, എന്നാലും അൽഹംദുലില്ലാ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും എനിക്കിപ്പോഴും ജീവിക്കാനുള്ള ഒരു അർഹതയുണ്ടല്ലോ. ഒരു പക്ഷേ ഇപ്പോ ഞാൻ അനുഭവിക്കുന്നത് 1 കൊല്ലം കഴിയുമ്പോഴേക്ക് മാറാം. അൽഹംദുലില്ലാ. അതാണ് അൽഹംദുലില്ലാ. മീസാൻ അത് നിറച്ചു കളയുമെന്നുള്ള വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. 3-ാമത്തെ കാര്യം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത്. വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീസാൻ അത് കനം തൂക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, ഒരിക്കൽ അബൂ സലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബഖിൻ ബഖിൻ, ഒരു വാക്ക് ഇങ്ങനെ ഉച്ചരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅശാറ ബിയദിൽ ഖമീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈകൊണ്ട് 5 എന്ന് കാണിച്ചു. എന്നിട്ട് പറയാണ്, മാ അസ്ഖലുഹുന്ന ഫിൽ മീസാൻ, മീസാനിൽ ഈ 5 കാര്യങ്ങളോളം കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. മീസാനിൽ കനം തൂങ്ങുന്ന 5 കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ എത്ര തവണ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്? നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചൊല്ലുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഇതെന്റെ മീസാൻ കനം തൂക്കുന്ന പ്രവർത്തനമാണ്? ഞാൻ ഈ ചൊല്ലുന്നതിലൂടെ ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, ഒരു അല്ലാഹു അക്ബർ പറയുമ്പോൾ എന്റെ മീസാൻ ഇങ്ങനെ നിറയുന്ന പ്രവർത്തനമാണിത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, ആ ഒരു നിയ്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്, അത് ആഗ്രഹിക്കുമ്പോഴാണ് അള്ളാന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവുക. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലുക എന്നുള്ളതല്ല. ആത്മാർത്ഥമായി നാളെ പരലോകത്ത് എനിക്ക് രക്ഷ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ കഴിയണം. ഈ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകളുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞതെങ്കിൽ 5-ാമത്തെ ഒരു കാര്യം ഇതിലേക്ക് ചേർത്ത് പറഞ്ഞു. അതാണ് പരീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വൽ വലദു സ്വാലിഹ്, സ്വാലിഹായ ഒരു മകൻ, യുതവഫാ ലിൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മകൻ മരിച്ചു, സ്വാലിഹായ മകൻ മരിച്ചു. ആ വാപ്പാന്റെ കൽബ് പടയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ അയാൾ ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ഫയഹ്തസിബുഹു, നാളെ പരലോകത്ത് ഞാൻ ഈ ക്ഷമിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രതിഫലം നൽകും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി അയാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള മീസാൻ, അയാളുടെ മീസാൻ നിറയുന്നു. മക്കൾ മരണപ്പെട്ടു, വേണ്ടപ്പെട്ടവർ മരിച്ചു, ഒരു പക്ഷേ നമ്മുടെ കൽബ് പടയും. പ്രിയപ്പെട്ടവരെ, സ്വബോധം നഷ്ടപ്പെടും, പലതും നാവുകളിലേക്ക് വരും. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയണം. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും പരീക്ഷണങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലാണുള്ളത്. ഞാൻ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, നമ്മുടെ ഒരു അക്കാദമിയിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി, 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഏകദേശം ഒരാഴ്ചയായി വെന്റിലേറ്ററിലാണുള്ളത്. ഓരോ ദിവസവും അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ മെസ്സേജ് അയക്കും, കരഞ്ഞുകൊണ്ടാണ്. കാരണം ആ കുട്ടി ജനിച്ചത് മുതൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അത് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പോലും ആ ഉമ്മ മെസ്സേജ് അയച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വാചകം, നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുട്ടിക്ക് ജീവിക്കുക എന്നത് ഖൈറാണെങ്കിൽ ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് മാറ്റാൻ. കാരണം വേദന കൊണ്ട് കുട്ടി എരിപിരി കൊണ്ടുകൊണ്ടിരിക്കണം.
വല്ലാത്തൊരവസ്ഥയിലൂടെയാണ്. ഒരു ഉമ്മക്കും താങ്ങാൻ കഴിയാത്ത രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ അസുഖം പരിപൂർണമായി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മ വീണ്ടും പറഞ്ഞു, അതല്ല, എൻ്റെ കുട്ടിയുടെ മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ അതിലേക്ക് അല്ലാഹുവോട് എത്തിക്കാൻ വേണ്ടി പറയും. കാരണം അത്രത്തോളം പ്രയാസത്തിൽ, അങ്ങനത്തെ ഒരു പ്രയാസത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസി മരണം മുന്നിൽ കാണുമ്പോൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കുക, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ നീ മരിപ്പിക്കുക. ആ കുട്ടിയുടെ ഒരു അവസ്ഥ വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അല്ലാഹു പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. എന്താണോ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള അവസ്ഥ, ഏറ്റവും കൂടുതൽ അറിയുന്നത് റബ്ബാണ്. ആ റബ്ബ് അതിലേക്ക് എത്തിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, പല ആളുകളുടെയും അനുഭവത്തിൽ ഉണ്ടാകും. ഭാര്യ പ്രയാസപ്പെടുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ, മക്കൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. അതാർക്കാ കഴിയുന്നറിയോ? വിശ്വാസികൾക്ക് മാത്രം. വിശ്വാസികൾക്ക് മാത്രം. വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പക്ഷേ വിശ്വാസിക്കോ, എന്റെ വാപ്പ മരിച്ചു, എന്റെ ഉമ്മ മരിച്ചു, എന്റെ മക്കൾ മരിച്ചു, എന്റെ കുടുംബത്തിലെ ഇന്ന ആളുകളൊക്കെ മരിച്ചു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു വാക്ക് പറയാൻ വിശ്വാസിക്ക് കഴിയുക. കാരണം എന്താണെന്നറിയോ? എനിക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടാലും പരലോകത്തിന്റെ കുട്ടിനെ എനിക്ക് കിട്ടും. ഇവിടുന്ന് എന്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടാലും പരലോകത്ത് ഞാനും എന്റെ വാപ്പയും സ്വർഗത്തിൽ കിടക്കും. ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷണം വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ജീവിക്കാൻ കരുത്ത് നൽകുന്ന ഒന്നാണ് ശരിക്ക് പരലോക വിശ്വാസം എന്ന് പറഞ്ഞത്, അല്ലേ? ഇന്നത്തെ ആളുകളൊക്കെ, ചില ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടും ആക്ഷേപം പറഞ്ഞുകൊണ്ടും എന്ത് പരലോകം, ഇതൊക്കെ പറഞ്ഞു പറ്റിക്കാണ്. ശരി, നിങ്ങൾ പറഞ്ഞ വാദവുമായിട്ട് വരാം. ഈ ലോകത്തിന് ശേഷം പിന്നെ മരണമില്ല, മരണത്തിന് ശേഷം പിന്നെ ഒരു ജീവിതമല്ല. അങ്ങനെ ഒന്ന് വിശ്വസിച്ചു നോക്കി. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സമാധാനം നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കൊരു പക്ഷേ മദ്യപിക്കാൻ ലൈസൻസ് കിട്ടിയെന്ന് വരാം, തോന്നിവാസങ്ങൾ ചെയ്യാൻ ലൈസൻസ് ആയി എന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾക്ക്, ആ നഷ്ടങ്ങൾക്ക് നികത്താൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ വിശ്വാസിക്കതല്ല. ഇവിടെ നഷ്ടപ്പെടുന്നതെല്ലാം പരലോകത്തിന് കിട്ടും, എനിക്കിത് കിട്ടും. കാരണം എന്താ? എന്റെ റബ്ബിനിക്ക് തരാൻ കഴിവുള്ളവനാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവരുന്ന എന്റെ റബ്ബിന് എന്റെ മകനെ കൊണ്ടുവരാൻ കഴിയും, എന്റെ മകളെ കൊണ്ടുവരാൻ കഴിയും, എന്റെ ഭാര്യനെ കൊണ്ടുവരാൻ കഴിയും, എന്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ കഴിയും. എനിക്ക് സുന്ദരമായ ഒരു ജീവിതം പരലോകത്തവൻ നൽകുകയും ചെയ്യും. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ പരലോക വിശ്വാസത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത്. ആ ഒരു നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, മീസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് സൽ സ്വഭാവം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖി ഹസൻ. സൽ സ്വഭാവത്തോളം മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, വ ഇന്നല്ലാഹ ലയബ്ഗദുൽ ഫാഹിഷൽ ബദീ. അശ്ലീലം കലർന്ന വാക്കുകൾ പറയുന്ന ആളുകൾ, അള്ളാഹു അങ്ങനത്തെ ആളുകളെ വെറുക്കുന്നുണ്ട്. ആ വാചകം നോക്കിയേക്ക്. സൽ സ്വഭാവത്തെ എണ്ണിയ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മീസാനിൽ കനം തൂങ്ങും എന്ന് പറഞ്ഞതോടൊപ്പം അശ്ലീലത പറയുന്ന, മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ആളുകളെ അള്ളാഹു വെറുക്കുന്നുണ്ട്. ഈ ഒരു വാക്ക് നമ്മളിങ്ങനെ നോക്കുക, ഈ രണ്ട് വാചകങ്ങൾ നോക്കുക. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒന്നുകിൽ നമ്മുടെ പരലോകത്ത് മീസാനിന്റെ നന്മയുടെ തട്ടിലേക്കുള്ളതാണ്, അതല്ലെങ്കിൽ തിന്മയുടെ തട്ടിലേക്കുള്ളത്. നമ്മുടെ ആലോചിച്ച് നോക്കി കാണും. ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മുടെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ, മക്കളോട് സംസാരിച്ചപ്പോൾ, ജോലിക്കാരോട് സംസാരിച്ചപ്പോൾ, കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ വന്ന പദപ്രയോഗങ്ങൾ സൽസ്വഭാവത്തിൻ്റെതായിരുന്നോ അതല്ല അശ്ലീലതകളും അതേപോലെ തന്നെ മോശമായ വാക്കുകളും അത്തരത്തിലുള്ള പദങ്ങളുമായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. എപ്പോഴും ഒരു വിശ്വാസിന്റെ മനസ്സിലുണ്ടായി മതി. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാണുകയാവട്ടെ, കേൾക്കുകയാവട്ടെ, പറയുകയാവട്ടെ, അത് ഒന്നുകിൽ നന്മയുടെ തട്ടിലേക്കാണ്, അല്ലെങ്കിൽ തിന്മയുടെ തട്ടിലേക്കാണ്. നന്മയുടെ തട്ട് കൂടിയാൽ സ്വർഗ്ഗമുണ്ട് എന്നാണല്ലോ പറഞ്ഞു. അമ്മാമൻ സകുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആ ആയത്ത് നമ്മൾ കേട്ടു. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നന്മ പോലും നിസാരമാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും.
എന്താണെന്നറിയോ? അതൊരു ചെറിയ കാര്യമല്ലേ, അതൊരു സുന്നത്തല്ലേ, അതൊക്കെ അത്ര വലിയ ഗൗരവമുണ്ടോ എന്നാർക്കെങ്കിലും വല്ല നന്മയുടെ വിഷയത്തിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? നാളെ പരലോകത്ത് നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. നമ്മുടെ നന്മകളൊക്കെ ചെയ്തിട്ടുള്ള തട്ടുകൾ അതൊക്കെ ഒരു തട്ടിലേക്ക് വെച്ചു, തിന്മകളൊക്കെ മറ്റേ തട്ടിലേക്കും വെച്ചു. അത് രണ്ടും തുല്യമായി നിൽക്കുന്ന രംഗം ആലോചിച്ച് നോക്കിക്കണി. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കും. നന്മയും തിന്മയും ഇങ്ങനെ തുല്യമായിട്ട് മീസാൻ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക? റബ്ബേ, ഒരു നന്മ കൂടി, ഒരു ദിക്റ് കൂടി, ഒരു സുന്നത്ത് നിസ്കാരം, ഒരായത്തെങ്കിലും ഞാൻ ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു ദിക്റ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സ്വർഗം കിട്ടി. എങ്കിൽ അതേ വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ തിന്മയുടെ കാര്യത്തിൽ കൂടി നോക്കിക്കാണി. ചിലപ്പോഴൊക്കെ ചില തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, അത് ഹറാമാണോ ശിർക്കാണോ? ശിർക്കാണെങ്കിൽ ഞാൻ ചെയ്യൂല, ഹറാമ് വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ തൗബ ചെയ്യാൻ. ഇനി ഹറാമാണെങ്കിൽ തന്നെ അത് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ? ചെറിയ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ചെറിയ തെറ്റാണെങ്കിലും അത് ഹറാമിലേക്ക് എത്തുന്നതാണോ അതല്ല കറാഹത്തല്ലേ? നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുക പലതും. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ആ രണ്ട് തട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ, നന്മയും തിന്മയും തുല്യമായി നിൽക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ ഒരു കളവ്, ഒരൊറ്റ കളവ്, അത് ഏതിലേക്കാ വരിക? നന്മയിലാണോ തിന്മയിലാണോ? തിന്മയിലേക്കല്ലേ. നമ്മൾ പറഞ്ഞ ഒരു മോശമായ വാക്ക്, നമ്മുടെ വാക്കിലോ പ്രവർത്തനത്തിലോ വന്ന മോശത്തരങ്ങൾ, നമ്മൾ നിസാരമെന്ന് കരുതിയ പല കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തായാലും നന്മയുടെ തട്ടിലല്ലല്ലോ, അത് തിന്മയുടെ തട്ടിലേക്കാണെങ്കിൽ പ്രിയപ്പെട്ടവർ അവിടെ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒന്നും നിസാരമാക്കരുത്. സ്വഭാവത്തിന്റെ വിഷയത്തിലാവട്ടെ, സംസാരത്തിന്റെ വിഷയത്തിലാവട്ടെ, നിസാരവൽക്കരിക്കരുത്. അഞ്ചാമതായിക്കൊണ്ട് മീസാനിൽ കനം തൂങ്ങുന്ന വളരെയേറെ വലിയ പ്രാധാന്യമുള്ള, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്ന ഒരു രൂപമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാൽ മയ്യത്ത് കാണാൻ വേണ്ടി പോകുക, മയ്യത്ത് കണ്ടിട്ട് തിരിച്ചു വരിക. ആ മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥന വരെ അറിയൂല. മയ്യത്ത് കണ്ടു എന്നതുകൊണ്ട് മയ്യത്തിനോ കാണാൻ പോയ ആളുകൾക്കോ പ്രത്യേകിച്ച് വല്ല പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നു, അതുകൊണ്ട് അയാളുടെ ഒരു നന്മയും കൂടുന്നില്ല. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടും. നമ്മൾ ഒരുപാട് മയ്യത്ത് കാണാൻ വേണ്ടി പോയി, കണ്ടു എന്നുള്ളതല്ല, മറിച്ച് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഇത്തബഅ ജനാസ ഫസല്ല അലൈഹ, ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നു എന്നിട്ട് മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്തുണ്ട്. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻ ഷഹിദ ദഫ്നഹാ, മറമാടുന്നത് വരെ അവൻ നിൽക്കുകയാണെങ്കിൽ, ആ മയ്യത്തിനെ മറമാടുന്നത് വരെ നിൽക്കുകയാണെങ്കിൽ ഫലഹു ഖീറാത്താൻ, അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, എന്താണ് ഖീറാത്ത്? അൽ ഖീറാത്തു മിസ്ലു ഉഹുദിൻ, ഉഹുദ് മലയോളം പ്രതിഫലം. ഉഹുദ് മലയോളം പ്രതിഫലം. മദീനത്ത് പോയ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും, ഏകദേശം 20 കിലോമീറ്ററോളം അകലമുണ്ട് ഈ ഉഹുദ് മലയുടെ വലിപ്പം, അതിന്റെ നീളം. അത്രയും വലിയ പ്രതിഫലം കിട്ടും. എന്താ ചെയ്യേണ്ടത്? മയ്യത്തിന്റെ കൂടെ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചാൽ ഒരു ഉഹുദ് മലയോളം പ്രതിഫലം. അത് കഴിഞ്ഞു പിന്നെ പുറത്തിറങ്ങല്ല, നേരെ മയ്യത്തിന്റെ കൂടെ തന്നെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന ഖബർസ്ഥാനിന്റെ അടുത്തേക്ക് ചെല്ലുക. ഏറി വന്ന ഒരു 15 മിനിറ്റ് കൂടി നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കിട്ടുന്നത് 2 ഉഹുദ് മലയോളമുള്ള പ്രതിഫലം. ഈ ഹദീസൊക്കെ പിന്നീട് സഹാബത്ത് കേട്ടിട്ട് പറയുന്നുണ്ട്, എന്റെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഖീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചപ്പോഴല്ലാതെ, നമ്മുടെ കുടുംബത്തിലോ നമ്മളുമായി രക്തബന്ധമുള്ളവർ മരിച്ചപ്പോഴല്ലാതെ ആ ഒരു മയ്യത്ത് ഖബറടക്കുന്നിടത്ത് നമ്മൾ ചെന്നിട്ടുണ്ടോ? ആ മയ്യത്ത് ഖബറടക്കിയതിന് ശേഷം ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്, ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ. നമ്മളെ പരലോകത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എന്ത് പ്രതിഫലമാണ് നമുക്കുണ്ടാകുക എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുക.
നന്മകൾ കേൾക്കുമ്പോൾ അത് കേട്ടുപോകാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരലോകബോധമുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒന്നാണ് മീസാൻ എന്നുള്ളതും അത് എവിടെയാണ്, അതിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് തൂക്കപ്പെടുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതിൽ ചേർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ, കർമ്മങ്ങൾ മാത്രമല്ല, കർമ്മങ്ങളുടെ രേഖകളും തൂക്കപ്പെടും, ഗ്രന്ഥങ്ങൾ തൂക്കപ്പെടും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചരിത്രം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലൂടെ 99 ഗ്രന്ഥങ്ങളുമായി, തിന്മകളുടെ ഗ്രന്ഥങ്ങളുമായിട്ട് ഒരാൾ വരിക, എന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ അയാൾ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. കർമ്മങ്ങളുടെ രേഖകൾ മാത്രമല്ല, വ്യക്തികളെയും തൂക്കപ്പെടുമെന്ന്. ഓരോ വ്യക്തിയെ മീസാനിൽ വെക്കുക. ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഇന്നഹു ലയഅതി റജുലുൽ അളീബുസ് സമീൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നല്ല തടിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവരും, നല്ല തടിയുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ നല്ല തടിയുള്ള ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, അവനെ തൂക്കി നോക്കുന്ന സമയത്ത് അള്ളാന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര കനം പോലും അള്ളാന്റെ അടുക്കൽ ഉണ്ടാവില്ല. അഥവാ മീസാനിന്റെ വിഷയത്തിൽ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ എത്ര തടിക്കുന്നു, അവന്റെ ശാരീരികമായ കഴിവുകൾ എത്രയാണ്, അതല്ല അവിടെ നോക്കുന്നത്. ഈ തൂക്കം നോക്കുക എന്ന് പറയുമ്പോൾ ഇവിടത്തെ തൂക്കമല്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അവിടെയും ആ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ് നോക്കുന്നത്. കാരണം വളരെ മെലിഞ്ഞ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാചകം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ മെലിഞ്ഞ ഒരു സ്വഹാബിയാണ്. ഒരു ദിവസം അദ്ദേഹം അറാഖ് എന്ന് പറയുന്ന ഒരു മരമുണ്ട്, ആ മരത്തിന്റെ മുകളിലേക്ക് അദ്ദേഹം ഇങ്ങനെ കയറുക. ഈ മരത്തിന്റെ താഴെ കുറെ സ്വഹാബിമാരിയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കുറച്ച് നീങ്ങുകയും അദ്ദേഹത്തിന്റെ കണങ്കാല് കാണുകയും ചെയ്തു. വളരെ മെലിഞ്ഞ ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാല്, ആ മെലിഞ്ഞ കാലുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരി കണ്ടിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിമ്മ തൽഹഖുൻ, അല്ല നിങ്ങൾ എന്തിനാ ചിരിക്കണത്, എന്തിനാ, എന്താ സംഭവം എന്താ? ആ സമയത്ത് അവർ പറഞ്ഞു, യാ നബിയല്ലാഹ് മിൻ ദിഖ്ഖതി സാഖൈ, ഇവയെ ഞങ്ങൾ ചിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ആ കണങ്കാല് കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചു പോയത്, ആ മെലിഞ്ഞ കാലുകൾ കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചു പോയതാ. ഇത് പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദ്, ആ രണ്ട് കാലുകളും നാളെ പരലോകത്ത് ഉഹുദ് മലയേക്കാൾ കനമുള്ളതായിട്ടാണ് മീസാനിൽ വെക്കപ്പെടുക. അത് അദ്ദേഹത്തിന്റെ കാലിന്റെ കഴിവല്ല, ആ കാലിന്റെ പവറല്ല, മറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ പവർ തന്നെയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള വിശ്വാസികളായി നമ്മൾ മാറണം. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ മീസാനിൽ കനം തൂങ്ങാനുള്ളതാണ്. അതല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കേട്ടിട്ടും എന്തെല്ലാം അറിഞ്ഞിട്ടും ഞാനിപ്പോ പോകുന്ന പോലെ എങ്ങനെ പോട്ടെ, എന്തായാലും ഇപ്പം അതിന് മാത്രം വലിയ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, കുറച്ചുകൂടി കഴിയട്ടെ, ഒരു കല്യാണം കഴിഞ്ഞ് മക്കളായി പേരമക്കളായി ഒരുപാട് രോഗങ്ങളൊക്കെയായി പിന്നെങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നിട്ട് കുറച്ച് നന്നാവാം എന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം കാലം നമ്മൾ ജീവിക്കുമെന്നൊരു ഉറപ്പും നമുക്കില്ല.
അത്രത്തോളം ദുർബലരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണവാർത്തകൾ, നമ്മളോടൊപ്പം കളിച്ചവരുടെ മരണവാർത്തകൾ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുടെ മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിൽ നമ്മളോട് റബ്ബ് നിനക്ക് ഇത്ര കാലം ഈ ദുനിയാവിൽ നിനക്ക് ആയുസ്സുണ്ട് എന്ന് പറയാത്തിടത്തോളം കാലം, നമുക്ക് അറിയിച്ചു തരാത്തിടത്തോളം കാലം ഏത് സമയത്തും നമ്മുടെ മുന്നിൽ മരണമുണ്ട്. അതിനു മുമ്പായി കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ ഏറെ പ്രയാസത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശമനം ആ സഹോദരിക്ക് നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള സൗഖ്യവും സമാധാനവും അവർക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം അല്ലാഹു നൽകുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من